ഇന്ന് ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ബോർഡേഴ്സ് അംബ്രല്ല സ്കേർട്ടിന്റെ എൻഡിലോ അല്ലെങ്കിൽ പാനൽ സ്കേർട്സിന്റെ എൻഡിലോ അറ്റാച്ച് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. എല്ലാവരും അറ്റാച്ച് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്, പക്ഷെ ഒന്ന് വിശദമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. നമുക്ക് ആവശ്യമുള്ള ബോർഡർ ലെങ്ത്തിനോടൊപ്പം 1 ഇഞ്ച് ഐദർ സൈഡിൽ 1/2 ഇഞ്ച് സീം എലമെന്റ്സ് എന്ന രീതിയിൽ ആഡ് ചെയ്തതിനു ശേഷം കട്ട് ചെയ്തെടുക്കുക. എക്സാക്ട് മെഷർമെന്റ്സിൽ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിനെ നല്ല വശത്ത് ഈ ലൈനിങ് വെച്ചിട്ട് അടിക്കുക. എന്നിട്ട് ലൈനിങ് തിരിച്ചിട്ട് ഒന്ന് എൻഡിലൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ ബോർഡേഴ്സ് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം അംബ്രല്ല സ്കേർട്ട് ആണോ അല്ലെങ്കിൽ പാനൽ സ്കേർട്ട് ആണോ ഏത് സ്കേർട്ട് ആണെങ്കിലും ആ സ്കേർട്ടിന്റെ എൻഡും ഈ ഒരു ബോർഡറും കൂടി ഒരു 1/2 ഇഞ്ച് സീം എലവൻസ് വരുന്ന രീതിയിൽ അടിച്ചെടുക്കുക. ആൻഡ് ഈ ഒരു സീം എലവൻസ് ബോർഡറിന്റെ വശത്തോട് ചേർത്ത് വെച്ച് ഒന്ന് പതിച്ചടിക്കുക. എന്നിട്ട് ഫുൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക, അയൺ ചെയ്തെടുക്കുക. അപ്പൊ ബോർഡർ നല്ല വൃത്തിക്ക് കിട്ടും. പിന്നെ ഒരു വൃത്തിയുള്ള ഔട്ട്ഫിറ്റിന്റെ പിറകില് 50% സ്റ്റിച്ചിങ്ങും 50% അയണിങ്ങും ആണ്. ആൻഡ് ഈ ഒരു 50% അയണിങ്ങും പലരും തരത്തിൽ വിട്ടു പോവാറുണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കാറുണ്ട്. ആ ഒരു കാര്യം ഒഴിവാക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ അധികം ഫ്ലെയർ ഇല്ലാത്ത സ്കേർട്ടിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ കേർവ് ആയിട്ടും ബോർഡർ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യാറുണ്ട്. അടുത്തൊരു വീഡിയോയിൽ പറയാം. ബൈ.